ഹലോ ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ലാബ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സഹായിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മൾ കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഘടന എന്ന ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ പരീക്ഷ എഴുതുകയല്ല, നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ നമുക്ക് നമ്മുടെ സിലബസും കൂടെ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഇതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കെമിസ്ട്രിയിലെ മാത്രമല്ല, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി പരീക്ഷ വരെയും അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്താ അറ്റോമിക സിദ്ധാന്തം പറയുന്നത്? ഒരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട് ഇവിടെ. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അറ്റോമിക സിദ്ധാന്തം അത് പ്രൊപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. അത് ശരിയാണ്. ഓക്കെ, ഇനി രണ്ടാമത്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതും ശരിയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഒരു സംയുക്തത്തിലെ ആറ്റങ്ങൾ വിഭജിക്കപ്പെട്ട് മറ്റ് ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് പുതിയ സംയുക്തങ്ങൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആറ്റോമിക് ലെവലിലാണ് ഒരു രാസപ്രവർത്തനം നടക്കുന്നത്. അതും ഡാൾട്ടന്റെ അറ്റോമിക് തിയറി പറഞ്ഞത് തന്നെയാണ്. ഇനി രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതും ശരിയാണ്. ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ആറ്റംസിന്റെ ഒരു റീ അറേഞ്ച്മെന്റ് നടക്കും, അല്ലെങ്കിൽ റീകോമ്പിനേഷൻ, ഒരു പുനഃക്രമീകരണവും അതുപോലെ ഒരു സംയോജനവും ഒക്കെ നടക്കുമെന്നല്ലാതെ ഒരു രാസപ്രവർത്തന വേളയിൽ ആറ്റത്തിന് നിർമ്മിക്കാനോ വിഭജിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കുകയൊന്നുമില്ല. അപ്പോൾ അതും ശരിയാണ്. പക്ഷേ ഡി ഓപ്ഷൻ നോക്കൂ. ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും മാസിലും വലിപ്പത്തിലും വ്യത്യസ്തമായിരിക്കും എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജന്റെ ആറ്റം എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ ഏതൊരു ആറ്റം എടുത്താലും അത് ഏതൊരു സോഴ്സിൽ നിന്നാണ് നമ്മൾ ആ ആറ്റം എടുക്കുന്നതെങ്കിലും അതിനകത്ത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ടാവും. ഹൈഡ്രജന്റെ H11 ഐസോട്ടോപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ന്യൂട്രോൺ ഉണ്ടാവില്ല. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതിന്റെ മാസ്, അതിന്റെ സൈസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും. ഒന്നിനോടൊന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ ഐഡന്റിക്കൽ ആയിരിക്കും. ഓക്കെ, ഇനി ഹൈഡ്രജനും ഓക്സിജനും എടുക്കുകയാണെങ്കിലോ അവരുടെ ആറ്റങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവരുടെ മാസ് ആയിക്കോട്ടെ അവരുടെ സൈസ് ആയിക്കോട്ടെ അത് പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കും, എന്നാൽ ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും വ്യത്യസ്തമായിരിക്കും എന്നാണ് പറയുന്നത്. അത് അറ്റോമിക സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ അറ്റോമിക തിയറിയുടെ ഒരു പോസ്റ്റുലേറ്റ് അല്ല, ഒരു പോയിന്റ് അല്ല. അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? നമുക്ക് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ആണ്. ക്ലിയർ? ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ താഴെ തന്നിരിക്കുന്ന ഇതിൽ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദ്യം. അപ്പോൾ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത അസുഖം എന്ന് പറയുന്നത് വർണ്ണാന്ധതയാണ്. ഓക്കെ, വർണ്ണാന്ധത. അപ്പോൾ ഈ വർണ്ണാന്ധത ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ, ഈ ജോൺ ഡാൾട്ടൺ ആണ് ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം. അദ്ദേഹം ജോൺ ഡാൾട്ടന്റെ സംഭാവനയാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ട അതേ കാര്യം തന്നെയാണ്. ക്ലിയർ? അപ്പോൾ സി, ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ്. ഇനി ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്, ആന്റീൻ ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഓക്സിജന് ആ പേര് നൽകിയത്. ഓക്കെ, ഓക്സിജൻ എന്ന് ഞാൻ എഴുതാം. ഓക്സിജന് ആ പേര് നൽകിയത് ലാവോസിയർ ആണ്. ഇനി റോബർട്ട്, എലമെന്റ് എന്ന് പറയുന്ന വാക്ക്, എലമെന്റ് എന്ന് പറയുമ്പോൾ മൂലകം. ഓക്കെ, മൂലകം. ആ എലമെന്റ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രൊപ്പോസ് ചെയ്തത് റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ബോയിൽ. ഓക്കെ, ഇനി ജെയിംസ് ചാഡ്വിക്കിന്റെ പ്രധാനപ്പെട്ട സംഭാവന, അദ്ദേഹം ന്യൂട്രോൺസുകളെ കണ്ടെത്തി. ന്യൂട്രോണുകളുടെ കണ്ടെത്തലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആണ് ജെയിംസ് ചാഡ്വിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം താഴെ പറയുന്നവയിൽ ഏതാണ്?
നമ്മൾ പറഞ്ഞല്ലോ വർണ്ണാന്ധത, മുകളിൽ നമ്മൾ പറയുകയും ചെയ്തു. വർണ്ണാന്ധത എന്ന് പറയുന്നത് നിറങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കാത്ത അസുഖമാണ്. ഈ വർണ്ണാന്ധത ഡാൾട്ടൺ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് വർണ്ണാന്ധതയെ നമുക്ക് ഡാൾട്ടനിസം എന്നും വിളിക്കാം. ഡാൾട്ടനിസം. ഓക്കെ, അപ്പൊ വർണ്ണാന്ധത അല്ലെങ്കിൽ ഡാൾട്ടനിസം, ആ പേര് തന്നെ മനസ്സിലാവും ഇത് ജോൺ ഡാൾട്ടൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ പോയിന്റുകൾ നമ്മൾ പഠിച്ചു വെക്കുമ്പോൾ അതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഓരോ അസുഖം എന്താണെന്ന് നോക്കിയാലോ. നിശാന്തത എന്ന് പറയുന്നത്, അപ്പൊ വർണ്ണാന്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രത്യേക കളറുകൾ, ഓക്കെ, ചില പ്രത്യേക പ്രൈമറി കളറുകളായിട്ടുള്ള ഗ്രീൻ, ബ്ലൂ, റെഡ്, അതിൽ ബ്ലൂ, റെഡ് തുടങ്ങിയ കളറുകൾ പ്രത്യേകിച്ച് തിരിച്ചറിയാനായിട്ട് സാധിക്കാത്ത അവസ്ഥ ആണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. നമ്മുടെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിന്റെ അപര്യാപ്തത കൊണ്ട് വർണ്ണാന്ധത ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവാം. അല്ലെങ്കിൽ റെറ്റിനാൾ എന്ന് പറയുന്ന നമ്മുടെ കണ്ണിനകത്ത് ഒരു കെമിക്കൽ, റെറ്റിനാലും ഓപ്സിനുമായിട്ട് വൈറ്റമിൻ എ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്താണ് കാഴ്ച എന്ന് പറയുന്ന അനുഭവം നമുക്ക് സാധ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വർണ്ണാന്ധത അല്ലെങ്കിൽ ഡാൾട്ടനിസം അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന അസുഖം. നമ്മുടെ കണ്ണിലെ ചില പ്രത്യേക കോൺ കോശങ്ങളിലാണ് ഇത് നടക്കുന്നത്. വൈറ്റമിൻ എ റെറ്റിനാലും ഓപ്സിനുമായിട്ട് മാറുന്ന ആ ഒരു പ്രവർത്തനം നടക്കുന്നത്. അത് പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ചില പ്രത്യേകതരം കളറുകൾ തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നത്. ഓക്കെ, ഇനി നിശാന്തത എന്ന് പറയുന്ന കണ്ടീഷൻ, നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നാണ് പറയുന്നത്. നിശാന്തത എന്ന് പറയുമ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ, ഇരുണ്ട വെളിച്ചത്തിൽ കാഴ്ച തീരെ സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. ഓക്കെ, കാഴ്ച തീരെ സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. ഒരു മങ്ങിയ വെളിച്ചത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ ചെറുതായിട്ടൊരു കാഴ്ച സാധ്യമാകും, പക്ഷേ നിശാന്തത ഉള്ള ആൾക്കാർക്ക് അത് സാധ്യമാകാറില്ല. നമ്മുടെ കണ്ണിലെ റോഡ് കോശങ്ങളുടെ തകരാറാണ് ഈ നിശാന്തതയ്ക്ക് കാരണം. ഇനി ഗ്ലോക്കോമ എന്ന് പറയുന്ന കണ്ടീഷൻ, ഈ ഗ്ലോക്കോമ കണ്ണിനകത്തെ അറകളിൽ ചില ദ്രവങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ഈ ദ്രവങ്ങൾ ഒരു പ്രത്യേക പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പോൾ ഈ ദ്രവങ്ങളുടെ അധികമായിട്ടുള്ള ഉൽപാദനം അല്ലെങ്കിൽ അതിന്റെ റീഅബ്സോർപ്ഷൻ, അതിന്റെ ആഗിരണം പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുക തുടങ്ങിയ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനകത്തെ മർദ്ദം കൂടുകയും അത് ക്രമേണ കണ്ണിലെ നാഡികളെ നശിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ കാഴ്ച നശിച്ചു പോവാറുണ്ട്. ഈ കാഴ്ച ഇല്ലാതാവുന്ന ഒരവസ്ഥ, പൂർണ്ണമായ അന്ധതയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി സിറോഫ്താൽമിയ എന്ന് പറയുന്നത് കണ്ണിനകത്തെ ഈർപ്പം, കണ്ണിന്റെ കോർണിയ, കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തെ അറിയപ്പെടുന്നത് കോർണിയ എന്നാണ്. ആ കോർണിയയിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഈ കണ്ണടയ്ക്കാറില്ലേ? അപ്പൊ കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് ശരിക്കും ഈ കോർണിയ ഒന്ന് നനയും. അപ്പോൾ കോർണിയയ്ക്ക് ഈർപ്പം ലഭിക്കാനും കൂടിയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ണ് ചിമ്മുന്നത്. അപ്പോൾ ആ കോർണിയ ഡ്രൈ ആയി പോകുന്ന ഒരു അവസ്ഥ. ഓക്കെ, അതിനെയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ രോഗങ്ങൾ. അപ്പോൾ വർണ്ണാന്ധത, ചില പ്രത്യേകതരം കളറുകൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥ, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ റെറ്റിനാലിന്റെ അപര്യാപ്തത തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന് കാരണം. ഇനി നിശാന്തത എന്ന് പറയുമ്പം കണ്ണിലെ റോഡ് കോശങ്ങളുടെ തകരാറ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച പൂർണ്ണമായും സാധ്യമാകാത്ത അവസ്ഥ. ഗ്ലോക്കോമ എന്ന് പറയുന്നത് കണ്ണിനകത്തെ അറകളിലെ മർദ്ദം കൂടുന്നതിനാൽ നേത്രനാഡികൾക്ക് ചില തകരാറ് സംഭവിക്കുന്ന അവസ്ഥ. സിറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ കണ്ണിലെ കോർണിയയുടെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അപ്പോൾ ഇതിന്റെ ഫലമായി ഈർപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണ് പുകയുക, കണ്ണിൽ തുടർച്ചയായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളും അതിന്റെ സിവിയർ കണ്ടീഷനിൽ കാഴ്ചയ്ക്കും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അറ്റോമിക സിദ്ധാന്തങ്ങളിലെ ആശയങ്ങളിൽ ഉൾപ്പെട്ടത് ഏതാണ്? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഏകദേശം അതേ സ്വഭാവമുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ആറ്റങ്ങൾ സൂക്ഷ്മമായ സബറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവരായിരിക്കും. പ്രോട്ടോണിന്റെ മാസ് ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. പദാർത്ഥങ്ങൾ അവയുടെ ഘടകങ്ങളായി മാറ്റുന്നതാണ് ആറ്റം. ഇത്രയും ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ പറയാമല്ലോ. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരം. എന്താണ്? വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് കാരണം ഈ ഓരോ ആറ്റങ്ങളിലുള്ള പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം വ്യത്യസ്തമായതുകൊണ്ടാണ് അവർ പല ഗുണങ്ങളും മാസും ഒക്കെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ആറ്റങ്ങൾ സൂക്ഷ്മമായ സബറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്നുള്ളത് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി അല്ല. കാരണം ഡാൾട്ടന്റെ അറ്റോമിക് തിയറി പറയുന്നത് ആറ്റങ്ങളെ ഫർദർ വിഭജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വീണ്ടും സബറ്റോമിക് കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് പിന്നീടാണ്. ആ സബറ്റോമിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ.
ഓക്കെ, അപ്പോൾ ഈ പെൻ എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പെൻ RTC എന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളുടെ പേരും അതിന്റെ കൂടെ നമ്മൾ പഠിച്ചു വെക്കുമല്ലോ. പ്രോട്ടോൺ റുദർഫോർഡ്, ഇലക്ട്രോൺ JJ തോംസൺ, ന്യൂട്രോൺ നമ്മൾ നേരത്തെ പറഞ്ഞ ചാഡ്വിക്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ, ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്, ആറ്റത്തിന്റെ മാസ് നിർണ്ണയിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. ഇതിനെയാണ് ആറ്റത്തിന്റെ മാസ് നമ്പർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാസ് നമ്പർ. അപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിന്റെ ആകെത്തുകയാണ്. ഇപ്പോൾ ഹൈഡ്രജന്റെ മാസ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനകത്ത് ഒരു പ്രോട്ടോണും 0 ന്യൂട്രോണുമാണ് ഉള്ളത്. ഓക്കെ, ഓക്സിജന്റെ മാസ് നമ്പർ 16 അപ്പോൾ മാസ് നമ്പർ 16 എന്ന് പറയുമ്പോൾ ഓക്സിജനകത്ത് 8 പ്രോട്ടോണും 8 ന്യൂട്രോണും ഉണ്ട് എന്നാണ് അർത്ഥമാക്കേണ്ടത്. ക്ലിയർ? ഇനി പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അറ്റോമിക് നമ്പർ 6 അത് കാർബൺ ആണ്, അതായത് കാർബണിനകത്ത് 6 പ്രോട്ടോൺ ഉണ്ട്. ഇനി ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോണുകളും ഉണ്ടാവും. കാരണം ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ആറ്റം നിർവീര്യമാണ്, ആറ്റത്തിന് ചാർജ് ഇല്ല. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകൾ, ആ ഒരു കാര്യം കൂടെ ഓർക്കണേ. പോസിറ്റീവ് ചാർജ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവും ന്യൂട്രോണിന്റെ ചാർജ് ന്യൂട്രൽ, അതായത് ന്യൂട്രോണിന് ചാർജ് ഇല്ല, നോ ചാർജ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ പ്രത്യേകത, ആറ്റം നിർവീര്യമാണ്. ഓക്കെ, അപ്പോൾ ആറ്റത്തിന് ചാർജ് ഇല്ല. അപ്പോൾ ആറ്റത്തിന് ചാർജ് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോണുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാർജുകളെ ക്യാൻസൽ ചെയ്ത് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞേ? പ്രോട്ടോണും ന്യൂട്രോണും എപ്പോഴും തുല്യമാണ്, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം. മറ്റൊരു കാര്യം, പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ ആയിട്ട് എടുക്കാം. പക്ഷേ ഒരു അയോൺ ആണെങ്കിൽ, അയോണുകളുടെ പ്രത്യേകത, അയോണുകൾക്ക് ചാർജ് ഉണ്ട്. അയോണുകൾ രൂപപ്പെടുന്ന ഇലക്ട്രോണുകൾ നേടുമ്പോഴോ നഷ്ടപ്പെടുമ്പോഴോ ആണ്. ഇപ്പോൾ ഇലക്ട്രോണുകൾ പുറമേ ഷെല്ലിൽ ഇരിക്കുന്നതുകൊണ്ട് അതിന്റെ എണ്ണത്തിനൊരു സ്ഥിരതയില്ല. അതുകൊണ്ടാണ് പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പൊതുവേ പറയാറ്. ക്ലിയർ? ഇനി അടുത്ത കാര്യം, ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും തുകയ്ക്ക്, അതിന്റെ എണ്ണത്തിന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. ക്ലിയർ? യെസ്. ഇനി അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഇനി അതിൽ കൂടുതൽ ഡിസ്കഷന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ജോൺ ഡാൾട്ടൺ ആണ്. ഡാൾട്ടന്റെ അറ്റോമിക് സിദ്ധാന്തം എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് ജോൺ ഡാൾട്ടൺ ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ. അടുത്ത ചോദ്യം, രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ സംയോജിച്ച് ഉണ്ടാകുന്നത്. അതൊരു സംയുക്തമാണ്. ഓക്കെ, അപ്പോൾ ഒരു സംയുക്തം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ, ഇപ്പോൾ കാർബണിന്റെയും ഓക്സിജന്റെയും ആറ്റങ്ങൾ സംയോജിച്ചാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു തന്മാത്ര ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്ര എന്താണ്? അതൊരു സംയുക്തമാണ്. അപ്പോൾ ഇവിടെ ഇതേ കാര്യമല്ലേ കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്ര എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് തന്മാത്ര ആയിക്കൂടാ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്സിജനും ഒരു തന്മാത്രയാണ്, പക്ഷെ ഓക്സിജൻ ഒരു സംയുക്തമല്ല. കാരണം ഓക്സിജൻ എന്ന് പറയുന്നത് ഒരുപോലെയുള്ള 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഓക്സിജന്റെ ഒരു തന്മാത്ര രൂപപ്പെടുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് സംയുക്തം എന്ന് പറയാനായിട്ട് പറ്റില്ല. ഒരു സംയുക്തം എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ സംയോജിച്ച് തന്നെ ഉണ്ടാവണം. രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ സംയോജിച്ചാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അത് തന്മാത്രയാണോ സംയുക്തമാണോ എന്ന് കൺഫ്യൂഷൻ വരും. പക്ഷെ ഇവിടെ അങ്ങനെ ആവശ്യമില്ല. വ്യത്യസ്തമായിട്ടുള്ള മൂലക ആറ്റങ്ങൾ സംയോജിച്ചാലേ ആരുണ്ടാവൂ? സംയുക്തം ഉണ്ടാവൂ. അതായത് CO2 കാർബൺ ഡൈ ഓക്സൈഡും O2 ഓക്സിജനും എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും തന്മാത്രകളാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സംയുക്തമാണ്. കാരണം അതിൽ വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു, കാർബണും ഓക്സിജനും അടങ്ങിയിരിക്കുന്നു. ഇനി മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുമ്പോഴാണ് മിശ്രിതം. ഫോർ എക്സാമ്പിൾ ഉപ്പ് ലായനി, ഓക്കെ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതൊരു മിശ്രിതമാണ്. കാരണം അതിൽ ഉപ്പുമുണ്ട് വെള്ളവുമുണ്ട്. അത് 2 സംയുക്തങ്ങൾ ചേർന്നുണ്ടാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാവുന്നതാണ് മിശ്രിതം. ഓക്കെ, ഒന്നിലധികം ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ തന്മാത്രകളായി. അതിൽ ഒരേപോലുള്ള ആറ്റങ്ങൾ കൂടിച്ചേരാം, വ്യത്യസ്ത തരം ആറ്റങ്ങളും കൂടിച്ചേരാം. വ്യത്യസ്ത തരം മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാൽ ആരായി? സംയുക്തമായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ സർ ഹംഫ്രി ഡേവി എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് കണ്ടെത്തി. അതാണ് ശരിയായ ഉത്തരം.
ശരിയായ ഉത്തരം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ആരല്ല? ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയന്റിസ്റ്റ് അല്ല. കാരണം ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ദ്രാവകങ്ങളിലൂടെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ പരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് കണ്ടെത്തിയത് മൈക്കൽ ഫാരഡെ ആണ്. മൈക്കൽ ഫാരഡെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയത്. ഓക്കെ, അപ്പം ഇവിടെ സർ ഹംഫ്രി ഡേവി എന്താ ചെയ്തത്? ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോവും എന്ന് കണ്ടെത്തി. അതിലൂടെ ഹൈഡ്രജനെ വിഘടിച്ച് ജലത്തെ വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റി. അതുപോലെ വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം തുടങ്ങി ഒട്ടേറെ മൂലകങ്ങൾ, ഇതിന്റെ കൂടെ വരുന്ന ആൾക്കാരാണ് ബേരിയം, അതുപോലെ സ്ട്രോൺഷ്യം തുടങ്ങിയ ധാരാളം മൂലകങ്ങൾ അദ്ദേഹം വൈദ്യുതി ഉപയോഗിച്ച് വേർപെടുത്തിയെടുത്തു. മറ്റൊന്ന്, വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകുന്നതെന്ന് അദ്ദേഹമാണ് കണ്ടെത്തിയത്. അതായത് അയോണിക് സംയുക്തങ്ങളുടെ എങ്ങനെയാണ് അയോണിക് കോമ്പൗണ്ട്സ് രൂപപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഉള്ള ഒരു ബേസ്, അതിന്റെ ഒരു അടിസ്ഥാനം നൽകിയത് ഈ കണ്ടെത്തലുകളാണ്. ഇനി പോസിറ്റീവ്, നെഗറ്റീവ് എന്നീ രണ്ട് തരം വൈദ്യുത ചാർജുകളാണ് ഉള്ളതെന്നും അദ്ദേഹം സമർത്ഥിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന, വൈദ്യുതി കടന്നു പോകുന്ന വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകും എന്ന് കണ്ടെത്തിയത് ഇദ്ദേഹമല്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ശാസ്ത്രജ്ഞൻ. അപ്പോൾ അത് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതല്ലേ, ഹംഫ്രി ഡേവി തന്നെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി, ഹംഫ്രി ഡേവി. വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹമാണ്. ഇനി അടുത്ത ചോദ്യം, വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? അതിനും ഉത്തരം ഏതാണ്? ചില ദ്രാവക പദാർത്ഥങ്ങളെ ആണ്. അപ്പോൾ അതിനും ഉത്തരം ആര് തന്നെയാണ്? ഹംഫ്രി ഡേവി തന്നെയാണ്. വൈദ്യുത വിശ്ലേഷണ പരീക്ഷണങ്ങൾ നടത്തിയത് ആര് എന്നാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. അത് ഹംഫ്രി ഡേവി തന്നെയാണ്. മൈക്കൽ ഫാരഡെ എന്താണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, വില്യം ക്രൂക്സ്. വില്യം ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയ സയന്റിസ്റ്റ് ആണ് വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഈ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയാണ് അതിൽ നിന്നും കാഥോഡ് റേയും ആനോഡ് റേയും മറ്റും കണ്ടുപിടിച്ചതും. ആനോഡ് റേനെ കനാൽ റേ എന്ന് പറയും കേട്ടോ. ആനോഡ് റേ കണ്ടുപിടിച്ചതും. എന്നിട്ട് കാഥോഡ് റേ കണികകൾ ഇലക്ട്രോണുകളാണ്. ഇനി കനാൽ റേ കണികൾ എന്ന് പറയുന്നത് അത് ന്യൂക്ലിയസിന്റെ ഒരു ഫ്ലോ ആണ്. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് ചാർജുള്ള കണികളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെയാണ് തെളിയിക്കപ്പെട്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷണമാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം എന്ന് പറയുന്നത്. ആ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സയന്റിസ്റ്റ് ആണ് വില്യം ക്രൂക്സ് എന്ന് പറയുന്നത്. ഇതേ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ ഗോൾഡ്സ്റ്റീൻ കണ്ടക്ട് ചെയ്യുകയും അദ്ദേഹം കനാൽ റേസ് അല്ലെങ്കിൽ കനാൽ രശ്മികൾ, ഈ കനാൽ രശ്മികളെ ആനോഡ് രശ്മികൾ എന്നും വിളിക്കും. ഓക്കെ, ആനോഡ് രശ്മികൾ എന്നും വിളിക്കും. ഈ കനാൽ രശ്മികളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണികളുണ്ട്. അപ്പോൾ ഇത്തരത്തില് ഡിസ്ചാർജ് ട്യൂബ് ഇങ്ങനെ കൂടെ ഒരു ആരോ കൊടുക്കാം. അപ്പോൾ ഇതേ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി ഈഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റ് ആണ് കനാൽ രശ്മികൾ കണ്ടെത്തിയതും അതിലൂടെ പദാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ ആറ്റങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഏതോ ചില കണികകളും അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതും ഈ ഒരു പരീക്ഷണത്തിലൂടെയാണ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. ക്ലിയർ? അതാണ് 9ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്നവരിൽ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിയുന്ന ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? നമ്മൾ നോക്കേണ്ടത് അതിൽ ഹംഫ്രി ഡേവി ഒരാൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ ഹെൻറിച്ച് ഗീസ്ലറും ഹംഫ്രി ഡേവിയും എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ഗീസ്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇതേ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഡിസ്ചാർജ് ട്യൂബ് എന്ന് ഞാൻ എഴുതാം. ഡിസ്ചാർജ് ട്യൂബ്, അതായത് ഇങ്ങനെയാണ് ആ ഒരു ബന്ധം വരുന്നത്. ഈ ഡിസ്ചാർജ് ട്യൂബ്, ഈ ഗീസ്ലറുടെ ഡിസ്ചാർജ് ട്യൂബിനെ നവീകരിച്ചിട്ടാണ് വില്യം ക്രൂക്സ് അതിൽ പരീക്ഷണങ്ങൾ നടത്തുന്നതും പല രശ്മികൾ കണ്ടുപിടിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഈ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കും, അതുമായിട്ട് ഗീസ്ലറിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ആ ഓപ്ഷൻ അല്ല. ഇനി ഹംഫ്രി ഡേവി, മൈക്കൽ ഫാരഡെ, ഇവർ രണ്ടുപേരും ചാർജിനെ പറ്റി പരീക്ഷണങ്ങൾ നടത്തിയവരാണ്. ഓക്കെ, മൈക്കൽ ഫാരഡെയും അതുപോലെ ഹംഫ്രി ഡേവിയും ഇതേപോലെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് കണ്ടെത്തുകയും അതിൽ നിന്നും
ചാർജുകളുടെ ബന്ധം അല്ലെങ്കിൽ ചാർജുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ സയന്റിസ്റ്റുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബി ഓപ്ഷൻ ഇതിന് ഉത്തരമായിട്ട് പറയാം. ഹംഫ്രി ഡേവിയും മൈക്കൽ ഫാരഡേയും. ബാക്കി രണ്ടെണ്ണത്തിലും ഹംഫ്രി ഡേവി വന്നിട്ടില്ല. അതിൽ വില്യം ക്രൂക്സിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു. ഇനി റുദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പ്രോട്ടോണും അതുപോലെ ന്യൂക്ലിയസും കണ്ടെത്തിയത് ഈ റുദർഫോർഡ് ആണ്. പോസിറ്റീവ് ചാർജുകളെ കണ്ടെത്തിയിട്ട് ആറ്റത്തിനകത്ത് പ്രോട്ടോണുകളുടെയും അതുപോലെ ന്യൂക്ലിയസിന്റെ സാന്നിധ്യവും മനസ്സിലാക്കിയത് ഇതാണ്, റുദർഫോർഡ് ആണ്. ഇനി വില്യം ക്രൂക്സ് നമുക്കറിയാം. ഗോൾഡ്സ്റ്റീൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സയന്റിസ്റ്റ് ആണ് ഗോൾഡ്സ്റ്റീൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്. ഓക്കെ.